അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇന്ന് മാങ്ങയും ബനാനയൊക്കെ വെച്ചിട്ടാണ് ഈ ഡെസേർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കണമെന്നില്ല. എന്നിട്ട് നമുക്ക് സ്പൂണിനെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് ലംസ് ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തിളച്ച് വരുന്ന പാലിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്നിരുന്ന് തണുക്കട്ടെ. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ നെയ്യിലൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് തേങ്ങ വരും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് റോസ്റ്റ് ആവണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇത് മാറ്റാം. ഇനി ഇവിടെ ഞാൻ ഒരു മാങ്ങയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുക, മിക്സിയുടെ ജാറിലോട്ട്. അതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മാംഗോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് തണുത്തതിന് ശേഷം അതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സ്പൂണിന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേറൊരു മാങ്ങയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് വേറെയും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം മാത്രം വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തണുത്ത് കഴിയുമ്പോൾ. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഓറഞ്ച് ക്രീമിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി അലിഞ്ഞ് ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമ്മുടെ ഡെസേർട്ട്. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പുറത്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരുപാട് കട്ടിയായി കിട്ടണ്ട, ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.